ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകാത്തത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെ പിടിച്ചു നിർത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു പോകാതെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്? എന്ത് ഇന്റൻഷനിലാണ് അവരോട് നിൽക്കുന്നത്? എന്താണ് അവർ നിങ്ങളെ വിട്ടുപോകാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തുടരുന്നതിന് കാരണം? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തുടരുന്നത്? എന്തുകൊണ്ടാണ് അവര് നിങ്ങളെ വിട്ടുപോകാത്തത്? എന്താണ് അതിനുള്ള ഒരു കാരണം? അതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഇന്റൻഷനോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ഓടിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട്, ഇത് വിട്ടിട്ട് പോകുന്നില്ല. എന്താണ് അതിനുള്ള ഒരു കാരണം എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. എന്ത് ഇന്റൻഷനോട് കൂടിയാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവർ നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഇത് കാരണം, അല്ലെങ്കിൽ നിങ്ങളിൽ അവർ നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളോട് വലിയ സ്നേഹമാണ് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക്. മറ്റാരെയും ഈ ഒരു ലൈഫിൽ മറ്റാരെയും അവർ വിശ്വസിക്കാത്ത അത്രയും നിങ്ങളെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്റ്റ് കലർന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഒരു സെൽഫ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാനാണ് ചാൻസ്. ഫൈനാൻഷ്യലി ആകട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആകട്ടെ എല്ലാ രീതിയിലും ബാലൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ ഒരു ഗ്രേസ്, ഇൻഡിപെൻഡൻസ്, ഡിഗ്നിറ്റി ഇതൊക്കെ അവരെ വളരെ അധികമായിട്ട് സ്ട്രോങ്ലി ഈ ഒരു പേഴ്സണെ നിങ്ങൾ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ അവർ ഒത്തിരി സ്പെഷ്യലായിട്ട് ഒരു റയർ പീസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് അത്രയധികം വിലപ്പെട്ടതാണ്. അവർക്ക് അത്രയധികം വിശ്വാസമാണ് അതിൽ. ഒരു പ്യൂർ ലവ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, കൈൻഡ്നെസ് ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വളരെ ഇമോഷണലി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതൊക്കെ അവർക്കൊരു ഇമോഷണൽ സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങളെ അവർ കാണുന്നു എന്നുള്ളതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. ഒരു എന്ത് കാര്യവും ഓടി വന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നവർ. അവർക്കിപ്പോൾ ആരോടും ഇങ്ങനെ തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് നിങ്ങളോട് മാത്രമേ എന്ത് കാര്യങ്ങളാണെങ്കിലും ലൈഫിൽ പാസ്റ്റ് ആയിക്കോട്ടെ, പ്രസന്റ് ആയിക്കോട്ടെ, ഇപ്പൊ നടന്നതായിക്കോട്ടെ, ഇനി അവർ മനസ്സിൽ ചിന്തിക്കുന്ന വളരെ വൾനറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും വളരെ കൂളായിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്ന നമ്മുടെ ലൈഫിലൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകാറുള്ളൂ. പലർക്കും അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അവർക്ക് നിങ്ങളാണ് ഒരു സേഫസ്റ്റ് ഇമോഷണൽ കണക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നിങ്ങളിലേക്ക് ഓടി വരാനും നിങ്ങളോട് പറയാനും ഒക്കെ അവർക്ക് ആ ഒരു സ്പേസ് അവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന രീതിയിൽ നിങ്ങളെ വളരെയധികം വിശ്വാസമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് അവർക്ക് ഒത്തിരി വിശ്വാസവുമാണ്, സ്നേഹവുമാണ് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതൊരു ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്, നിങ്ങൾ ആരെ ഓർത്തിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു പേഴ്സൺ എൻ്റെ ഒരു തോട്ട്സ് ആണിത്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ അവർക്ക് നിങ്ങളോടൊപ്പം ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ
മുന്നോട്ട് പോകാനായിട്ട് ഫ്യൂച്ചറിൽ പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എത്ര ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ആയിട്ട് ഒരു സമാധാനത്തോടുകൂടെ ഒരു കംപ്ലീറ്റ് ലൈഫ് ഇമാജിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവരിവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു പേഴ്സൺ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങി മാറിപ്പോയിട്ടുണ്ടാകാം. എന്നിട്ടാണെങ്കിൽ കൂടി ഇവര് വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഇതെന്താണ്, ഇവർ തന്നെയല്ലേ പറയുന്നത് ഇത് ഓക്കെ ആവില്ല, നമ്മൾ തമ്മിൽ ഓക്കെ ആയിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇതെന്തുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇവിടെ ഇവർ പോയതിനു ശേഷം ഇവർക്കൊരു സമാധാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലൈഫിനൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല, എന്തോ എല്ലാം ഉണ്ടെങ്കിലും എന്തോ നഷ്ടപ്പെട്ട ഒരവസ്ഥ, ആ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അവർ തിരിച്ചറിയുന്നുണ്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. അതാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത്. ഒരു ഇമോഷണൽ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരത് വിട്ടുകൊടുക്കാനായിട്ട് മെന്റലി അവർക്ക് കഴിയുന്നില്ല. അതിനാലാണ് ഇങ്ങനെയുള്ള പേഴ്സൺസ് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു 6 of Wands കാർഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവര് ശരിക്കും നിങ്ങളൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു ആളായിട്ട് കാണുന്നുണ്ട്. അത്രയും പ്രൗഡാണ് നിങ്ങളെക്കുറിച്ച് അവർ പറയുമ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ അവരങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളെക്കുറിച്ച് നല്ലൊരു പ്രൗഡായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നാണ്. വളരെയധികം മോട്ടീവായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങളെ കാണുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായപ്പോൾ അവർക്ക് ഒരു നല്ലൊരു വാല്യൂ അവർക്ക് കിട്ടിയിരുന്നതായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് കൂടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തിരുന്നു. അവർക്കൊരു എന്ത് കാര്യം ചെയ്താലും ഒരു വിക്ടറി കിട്ടും, അല്ല ഒരു വിജയം ലഭിക്കുന്ന ഒരു വിക്ടറി എഫക്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഏതൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായാലും നിങ്ങൾ കൂടെയുള്ള ആ ഒരു കണക്ഷൻ അവരെ കുറച്ച് സ്ട്രോങ് ആക്കി നിർത്തിയിരുന്നു. അല്ലെങ്കിൽ അവർ വീക്കായി പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് ഒക്കെ അവർക്ക് കൂടുതൽ ഒരു ഇമോഷണലി അവർ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെ കൂടുതലായിട്ട് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ ആകേണ്ട ഒരു വ്യക്തിയോ എന്നൊക്കെ രീതിയിലാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ അവരെ നിങ്ങളുടെ ഒരു ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതുപോലെ നിങ്ങൾ ഒത്തിരി മച്യൂർ ആണെന്നും വളരെയധികം കെയർ നൽകാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒത്തിരി അധികം അനുഗ്രഹങ്ങളുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഒരു എല്ലാ രീതിയിലും നിങ്ങളുടെ എല്ലാ ബ്യൂട്ടിയും കെയർ അതുപോലെ മെച്യൂരിറ്റി ഇതെല്ലാം ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതെല്ലാമാണ് പിടിച്ചു നിർത്തുന്നത്. അതൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാർഡ്, ഈ ഒരു എംപ്രസ് കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് നിങ്ങൾക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ ഒരു വ്യക്തി ഇല്ല, അവരുടെ ലൈഫിൽ നിന്നല്ല അവർ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ ബോണ്ട് നിങ്ങളുമായിട്ടുണ്ട്, ഒരു ഇൻഡ്യൂഷൻസ് കണക്ഷൻ എന്നൊക്കെ പറയും. അതായത് തോന്നലുകൾ, അതായത് ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അതേ സെയിം ഫീലിങ്സ് അവർക്ക് തോന്നുക, അങ്ങനെ തരുന്ന, അല്ലെങ്കിൽ അവർ മനസ്സിൽ വിചാരിക്കും ഈ വ്യക്തി ഇപ്പോൾ എന്നെ വിളിക്കും അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ സെയിം കാര്യം തന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുണ്ട് എന്നാണ് നമുക്ക്. അതൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ്. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു പുള്ളിങ് എവിടെയോ നടക്കുന്നു എന്ന് അവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്നു. എത്ര ഡിസ്റ്റൻസ് എടുത്താലും ഒരു ഇൻറ്റ്യൂഷൻസ് അവരെ അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് അവരെ നിങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ ചിന്തിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലായി, ഇത് സോൾമേറ്റ് കണക്ഷൻ ആണോ എന്നൊന്നും അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല, എങ്കിലും എന്തോ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവരും ചിന്തിക്കുന്നുണ്ട്. പിന്നെ 3 of Swords എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾക്കൊരു വളരെയധികം വിഷമം ഉണ്ടാകും എന്ന് തോന്നൽ അവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ആളുകളെ അങ്ങനെ പിടിച്ചു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുടെ എനർജീസ് നമുക്കിവിടെ കിട്ടും. അപ്പം അതാണ് കുറച്ച് ആളുകൾക്ക് നിങ്ങളെ ആ ഒരു പേഴ്സണെ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ അവര് നിങ്ങളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി വിഷമിക്കും എന്നുള്ള ഒരു തോന്നൽ, ഇൻഡ്യൂഷൻ, ആ ഒരു പേടി, ഭയം, വേദന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു തോന്നൽ അവരിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തുടരാനായിട്ട് നിർത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഏറ്റവും വലിയൊരു പേടി. അതാണ്
അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുത് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അതാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനുള്ള മെയിൻ കാരണം. പിന്നെ കിങ് ഓഫ് സോഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവര് ഒരു ലോ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലാണ്. അവർ ശരിക്കും ഒരു ഡിസ്റ്റൻസ് വേണ്ടെന്ന് ഇവരുടെ മനസ്സിങ്ങനെ പറയുന്നു. നമുക്ക് ഡിസ്റ്റൻസ് വേണ്ട, വീണ്ടും ഈ ഒരു ഇതിലേക്ക് പോകാം എന്നൊക്കെ. ഇപ്പം ബ്രേക്കപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിലും അവർ പ്രാക്ടിക്കലായിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ വിചാരിക്കും ഓക്കെ ഡിസ്റ്റൻസ് വേണം, ഇത് നല്ല രീതിയിൽ പോകത്തില്ല, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ വീണ്ടും മൈൻഡ് പറയുകയാണ് ഡിസ്റ്റൻസ് വേണ്ട, നമുക്ക് തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് പോകാം. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന കുറച്ച് ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് കിങ് ഓഫ് സോഡ്സ്. അതായത് അവര് ഫിസിക്കലി അവർ ഡിറ്റാച്ച്ഡ് ആയെങ്കിലും ഹാർട്ട് ഡിറ്റാച്ച്ഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഡിറ്റാച്ച്ഡ് ആക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വീണ്ടും തുടരുന്ന കുറെ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നോർത്തിട്ട് അവര് ഇങ്ങനെ വളരെയധികം വിഷമിക്കുന്നു. ആ ഒരു നഷ്ടപ്പെടുമോ അതായത് അവരുടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് ആ കാണുന്നത്. അപ്പൊ നമ്മൾ ഡീപ്പായിട്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇവരെന്നും എൻ്റെ കൂടെ ഉണ്ടാകും എന്നതിനേക്കാൾ ഇനി എന്തെങ്കിലും അവരെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെന്നെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ഇവർ ജീവിതകാലം മുഴുവൻ ഇവരെന്നോട് ടച്ചായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമോ, ഇതായിരിക്കാം ഓൾവേസ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഇവരെപ്പോഴും ഉണ്ടാകും എന്നൊരു പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ കുറവാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ഓൾറെഡി ചില പാസ്റ്റിൽ പല ലോസസും വിഷമങ്ങളും വൂൺസും ഡിസപ്പോയിൻമെന്റ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളിൽ വീണ്ടും വീണ്ടും ഊർന്നിറങ്ങി നിൽക്കാനായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ 10 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റിയും ഫ്യൂച്ചർ ഡ്രീംസ് ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർക്കുണ്ട്. അതൊക്കെ അവരെ ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുന്നു. ഒരു ലോങ് ടൈം പേഴ്സൺ അവരുടെ കൂടെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ലോങ് ടൈം ആയിട്ട് അവരുടെ കൂടെയുള്ള ഒരു വ്യക്തി നിങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി, മാരേജ്, ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് ഇവയെല്ലാം അവർക്ക് നിങ്ങളുടെ കൂടെ അവർ ഇമാജിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസിനകത്ത് നമുക്ക് നോക്കുമ്പോൾ വളരെ നമ്മൾ ആദ്യം തന്നെ കണ്ട ആ ഒരു നിങ്ങൾ ഒത്തിരി കെയറിങ് ആണ്, നിങ്ങൾ ലോയൽ ആണ്, അതുപോലെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒരേ സമയം 2-3 റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിവ്, സ്മാർട്ട്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റീസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നത്. ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഇവർ കാണുന്നതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും തുടർന്ന് പോകാനായിട്ടും നിങ്ങളൊരു വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ ഒരു പാർട്ട്ണറായിട്ടോ ഒക്കെ ഫ്യൂച്ചറിൽ കൊണ്ടുപോകാനായിട്ട് ആ ഒരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുന്നത്. അല്ലാതെ നമുക്കിവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്കാണ് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് ഒരു എനർജീസ് വരുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡിൽ അതിലും പക്ഷേ സെൽഫ് റെസ്പെക്റ്റും നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ്, ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികപരമായ കുറച്ചും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസിപ്ലിൻ, സെൽഫ് റെസ്പെക്റ്റും ഇൻഡിപെൻഡൻസും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവും മനസ്സിന് നല്ല സ്ട്രെങ്ത്നെസ്സും ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പം ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയാത്തത് എന്നാണ് കാണുന്നത്. അപ്പം ഇവിടെ കുറച്ച് ആളുകൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ വീണ്ടും ഇതിലേക്ക് വരാനായിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് വെക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. 1978, അതുപോലെ ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 1982 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. റെഡ് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 31, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ബേക്കർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ വരുന്നുണ്ട്. ബേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള വ്യക്തികളും ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്.
നമ്പർ 6 നമുക്ക് വരുന്നു ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. അതുപോലെ ജൂൺ മന്ത്, ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ പി, 2001, കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1985, ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 8, 2005, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ആകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 33, നമ്പർ 48, 1980, ലെറ്റർ സി. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.